വൺ പാൻ കേക്ക് എന്റെ ഇൻസ്റ്റഗ്രാം തുറന്ന ഇപ്പൊ അതെന്നെ കാണാനുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ എന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ എന്നാ പിന്നെ അതങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സിസ്റ്റേഴ്സും മക്കളും വീട്ടിലുണ്ട്. സിസ്റ്റേഴ്സും മക്കളും വീട്ടിലുണ്ടായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ട് വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ്. എല്ലാ പാടകളും വെയിത്താല കൂടും. ഇത് ഞാനും 3-4 ആൾക്കാരെ വെച്ചിട്ടാണ് ഈ ബൈക്കിൽ പോണത്. പോലീസ് പിടിക്കാഞ്ഞാൽ മതി. വൺ പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഊട്ടത്തിൽ ബിഗ് ഡേസിൽ പോയി 1800 രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്തപ്പോൾ ആ ഊറ്റൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഫുള്ള് ടെൻഷൻ ഉണ്ട്. പൈസ പോയേ. മക്കള് നോട്ടം കണ്ടില്ലേ? താത്തമാരെ കുരിപ്പാൾക്ക് ഈ ചിന്ത വല്ലതുണ്ടോ? അപ്പൊ ഇവിടെ നിർത്തിയത് വൺ പാൻ കേക്കില്ലേ. കയ്യിൽ കിട്ടിയൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് മൈദ കൊക്കോ പൗഡർ പൊടിച്ച പഞ്ചസാര ഇതേ അളവിലെടുത്ത് 2 മുട്ട അങ്ങ് പൊട്ടിച്ച് ഒഴിച്ചു. പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് അങ്ങോട്ട് മിൽക്ക് ഒഴിക്കുക. കുറെ തപ്പിട്ടും വിസ്ക് കാണാത്തോണ്ട് സ്പൂൺ എടുത്ത് ഞാൻ അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി കേട്ടോ. പൗലോകോലോ അൽക്കെമിസ്റ്റിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ അതിയായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിന് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഈ പ്രപഞ്ചം ഫുള്ള് എനിക്ക് എതിരെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എക്സാമ്പിൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ എന്റെ കുട്ടിയാണ് ജനറേറ്റർ ഇൻവെർട്ടർ ഒക്കെ ഓഫ് ആയി വീട്ടിലെ കരണ്ടും പോയി. ഇങ്ങനെയൊക്കെയാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ബേബി എടുത്തുകൊണ്ട് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാൻ ഞാൻ എന്റെ അനുയായികളെ ഏൽപ്പിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ വൺ പാൻ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. മൈദ കൊക്കോ പൗഡർ, മുട്ട, പഞ്ചസാര, പാല് ഇതൊക്കെ കൂട്ടി ഇളക്കി ജസ്റ്റ് ഒന്ന് സ്റ്റവിൽ കുറുക്കി എടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആവട്ടോ. കേക്കിന്റെ പകരം അത് വെച്ച് ചോക്ലേറ്റ് ചിപ്സ് കിട്ടാത്തതുകൊണ്ട് വേറെ എന്തോ സാധനം എടുത്തിട്ട് അതും അലങ്കോലത്തിനായിട്ട് ഇട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ എന്റെ സാറേ. അങ്ങനെ ഒരു പരീക്ഷണ വസ്തുക്കൾ തന്നെ കേക്ക് മുറിച്ച് ആദ്യം ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ കഴിക്കട്ടെ. സത്യം പറയല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്ക് വലിയ കേടുപാടുകളൊന്നും കൂടാതെ കിട്ടുന്നത്. ബീങ് എ മേമ ഇസ് മൈ ഫേവറേറ്റ് റോൾ. കുട്ടികളായിട്ട് എന്തെങ്കിലും കളിച്ച് അവർക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് ഇതിന്റെ ഉള്ളിലെ കുട്ടിയും ചട്ടിയൊക്കെ പുറത്തേക്ക് വന്ന് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹാപ്പി ലൈഫ് കേട്ടോ. എന്റെ അനുയായികൾ കേക്കിന് കത്തിക്കുത്ത് നടത്തുന്നതിന് മുന്നേ ഞാൻ പോയി കഴിക്കട്ടെ. എന്നാ ശരി കേട്ടോ, ബൈ.